യുവാവ് ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു വാർത്ത എവിടെ കണ്ടാലും അതിന്റെ താഴെ മലയാളിക്ക് രണ്ട് നിഗമനം. അത് നിർബന്ധ. ഒന്ന്, കോവിഡ് വാക്സിൻ. രണ്ട്, പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ എന്ന് കേൾക്കുന്നതേ എല്ലാവർക്കും പേടിയാണ്. കിഡ്നി പോകുന്ന എന്തോ സാധനമാണെന്നോ എന്തൊക്കെയോ കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉത്തേജക വസ്തു ആണെന്നോ ഒക്കെയാണ് ധാരണ. നിർഭാഗ്യം എന്ന് പറയട്ടെ, മിക്കപ്പോഴും ഇത് ഒഴിവാക്കണമെന്നും മലയാളിക്ക് ഇതൊന്നും ഇരടയല്ല എന്നും ഒക്കെ പറയുന്നത് ഡോക്ടേഴ്സ് തന്നെയാണെന്നതിൽ അതിയായ വിഷമവും തോന്നാറുണ്ട്. എന്താന്നോ, നമ്മൾ മലയാളിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ബിക്കോസ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ പ്രോട്ടീൻ ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ റിക്വയർമെന്റിനേക്കാളും വളരെ കുറവാണ്. സാധാരണ ഒരു മനുഷ്യന് ഓരോ കിലോയ്ക്കും 0.8 to 1 gram പ്രോട്ടീൻ വെച്ച് വേണം. നല്ല വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 3-4 മുട്ട കഴിച്ചാലും ഡെയിലി ചിക്കൻ കഴിച്ചാൽ പോലും ചിലപ്പോൾ ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. നിങ്ങൾ ഡെയിലി ഇതൊക്കെ കഴിക്കുമോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടിട്ട് മസിലൊക്കെ വീക്ക് ആണെങ്കിൽ, നിങ്ങൾ ഡെയിലി സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ റിക്വയർമെന്റ് പിന്നെയും കൂടുകയാണ്. അവർക്കൊക്കെ ഇത് മീറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് പ്രോട്ടീൻ പൗഡർ. ഇനി എന്താണ് ഈ പ്രോട്ടീൻ പൗഡർ? ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന പാലിൽ നിന്നുണ്ടാക്കുന്നതാണ്. പാല് കടഞ്ഞ് അതിലെ പാടയും നെയ്യും ലാക്ടോസും ഒക്കെ മാറ്റിയിട്ട് മുകളിൽ തെളിഞ്ഞു വരുന്ന ദ്രാവകം അത് വേർതിരിച്ച് ഐസൊലേറ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് പ്രോട്ടീൻ പൗഡർ. അത്രയേ ഉള്ളൂ. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിൽ നിന്ന് ഏകദേശം 25 to 30 gram പ്രോട്ടീൻ കിട്ടും. എന്നാ പിന്നെ പാല് കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട്, ഈ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിലെ പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3-4 കപ്പ് പാലൊക്കെ കുടിക്കേണ്ടി വരും. ബട്ട് അത്രയും പാലിൽ നിന്ന് അത്ര തന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ബോഡിയിലോട്ട് കയറുകയും ചെയ്യും. അത് ആവശ്യമില്ലല്ലോ. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഒന്നും ഒരിക്കലും റിക്വയർഡ് പ്രോട്ടീന്റെ മുകളിലേക്ക് പോവില്ല. അതുകൊണ്ട് കിഡ്നി ലിവർ അടിച്ചു പോകുമെന്ന് പേടിക്കാൻ വേണ്ട. ശരിക്കും മലയാളി കഴിക്കുന്ന ആവശ്യത്തിൽ കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഡയബറ്റിക് ക്യാപിറ്റലായിട്ട് മാറുന്ന കേരളത്തില് അതുകൊണ്ടുണ്ടാക്കുന്ന കിഡ്നി പ്രോബ്ലത്തിന്റെ പുകിലൊന്നും ഇവരുണ്ടാക്കുന്നില്ല. പ്രോസസ്ഡ് ഫുഡും വറുത്തത് പൊരിച്ചത് പൊറോട്ട മൂക്കുമുട്ട ചോറും ഒക്കെ തിന്നുമ്പോൾ ഇല്ലാത്ത പേടിയാണ് മലയാളിക്ക് പ്രോട്ടീൻ പൗഡറിനോട്. മാത്രമല്ല, മേലനങ്ങാൻ ഇത്തിരി മടിയുള്ള മലയാളിക്ക് ശരീരം സംരക്ഷിക്കാൻ വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെടുന്നവരെ ഇതൊക്കെ പറഞ്ഞു ഒന്ന് തളർത്തുകയും ചെയ്യണം. ഒരു മനസ്സുഖം. അപ്പൊ പ്രോട്ടീൻ പൗഡർ സേഫ് ആണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോട്ടീൻ പൗഡർ എന്ന പേരിൽ നമ്മുടെ ഫാർമസികളിലും മാർക്കറ്റിലും കിട്ടുന്ന 90% പ്രൊഡക്ട്സും ലോ ക്വാളിറ്റിയാണ്. മാത്രമല്ല, അതിൽ പ്രോട്ടീനേക്കാളും കൂടുതൽ ഷുഗറും ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ആണ്. അതുകൊണ്ട് തന്നെ ഫാർമസിയിൽ നിന്ന് പ്രോട്ടീൻ പൗഡർ വാങ്ങിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. പിന്നെ പല പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, സോയ് പ്രോട്ടീനിലൊക്കെ ഫംഗൽ ടോക്സിൻസ് കടന്നുകൂടാറുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ ജിം ബേസ്ഡ് പ്രോട്ടീന്റെ കഥ ഇതല്ല. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോട്ടീൻ ഫ്രം റെപ്യൂട്ടഡ് കമ്പനീസ് ചൂസ് ചെയ്താൽ ഈ പ്രോബ്ലംസ് ഒന്നും അവിടെ ഉണ്ടാവാറില്ല. പിന്നെ നേരത്തെ തന്നെ കിഡ്നി ലിവർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് മാറാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണിച്ച് ഫംഗ്ഷൻ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. ചുരുക്കത്തിൽ, അമിതമായി എടുക്കുന്ന പ്രോട്ടീനാണ് പ്രശ്നം. പക്ഷെ പ്രോട്ടീൻ അമിതമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും കിഡ്നിക്ക് പ്രോബ്ലം വരുന്നത് മലയാളി അമിതമായി എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അവിടെ ശ്രദ്ധിച്ചേ മതിയോ.